ഓം ശാന്തി. 23/1/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ കുമാരിമാരോട് പ്രത്യേകിച്ചും പറയുകയായിരുന്നു, അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കുമാരിമാർ, കൊച്ചുകുട്ടികൾ മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഭാവം മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന്. സദൈവ് ലക്ഷ്യ യഹി രഖ്നാ ഹേ കി മുച്ച് ചോട്ടി കോ കർത്തവ്യ ബഹുത്ത് ബഡാ കർക്കെ ദിഖാനാ ഹേ. അപ്പോൾ എപ്പോഴും കുമാരിമാർക്ക് ഈ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ചെറിയവർക്ക് വളരെ വലിയ കർത്തവ്യം ചെയ്ത് കാണിക്കണം. ദേഹ് ഭലെ ചോട്ടി ഹേ ലേക്കിൻ ആത്മാ കി ശക്തി ബഡി ഹേ. ദേഹം ചെറുതാണെങ്കിലും ആത്മാവിൻ്റെ ശക്തി വലുതാണ്. जो जास्ती पुरुषार्थ करने की इच्छा रखते हैं उनको मदद भी मिलती है. ആരാണോ കൂടുതൽ പുരുഷാർത്ഥം ചെയ്യണമെന്നുള്ള ഇച്ഛ വയ്ക്കുന്നത് അവർക്ക് ബാബയിൽ നിന്ന് സഹായവും കിട്ടും. സിർഫ് അപ്പനി ഇച്ഛാ കോ ദൃഢ രഖ്ന തോ മദദ് ബി ദൃഢ മിലേങ്കി. തൻ്റെ ഇച്ഛയെ എപ്പോഴും ദൃഢമാക്കി വയ്ക്കണം, അപ്പോൾ സഹായവും ദൃഢമായി കിട്ടും. കിത്തനാ ബി കോയി ഹിലായെ ലേക്കിൻ യഹ് സങ്കല്പ് പക്കാ രഖ്ന. ആര് എത്രമാത്രം കുലുക്കിയിരുന്നാലും ഈ സങ്കല്പം പക്കാ വയ്ക്കണം. അപ്പോൾ ബാബ കൊച്ചു കൊച്ചു കുമാരിമാരോട് പറയുകയാണ്, അതായത് ശരീരം ചെറുതാണെങ്കിലും ആത്മാവിൻ്റെ ശക്തി വലുതാണ്. അതായത് വളരെ വലിയ കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ലക്ഷ്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. പിന്നെ ഉയരണം, നന്നാകണം എന്നുള്ള ഇച്ഛയുണ്ട് എങ്കിൽ, ആഗ്രഹമുണ്ട് എങ്കിൽ ബാബയുടെ ഭാഗത്തുനിന്ന് സഹായം തീർച്ചയായിട്ടും കിട്ടും. ആര് എത്രമാത്രം കുലുക്കാൻ ശ്രമിച്ചിരുന്നാലും തൻ്റെ ദൃഢമായ സങ്കല്പത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത് എന്ന്. സങ്കല്പ് പക്കാ ഹോങ്കാ തോ ഫിർ സൃഷ്ടി ബി ഐസി ബനേങ്കി. സങ്കല്പം എത്രമാത്രം പക്ക ആകുന്നു അതിനനുസരിച്ച് സൃഷ്ടിയും അങ്ങനെയാകും. ഭലെ ജിസ്മാനി സർവീസ് ബി കർത്തേ രഹോ. ബാബ പറയാണ്, ഭൗതികത്തിലുള്ള ലൗകിക സേവനവും ചെയ്തുകൊണ്ടേയിരിക്കും. जिस्मानी सर्विस भी एक साधन है, इसी साधन से सर्विस कर सकते हो. അതായത് ലൗകിക സേവനവും ഈ സേവനത്തിലൂടെയും സേവനം ചെയ്യാൻ സാധിക്കും. ലൗകികത്തിൽ സേവനം ചെയ്യുന്നതും ഒരു സാധനയാണ്, അതായത് ഒരു മാർഗമാണ് ബാബയുടെ സേവനം ചെയ്യുന്നതിന്. ऐसे ही समझो कि इस सर्विस के संबंध में जो भी आत्माएं आती हैं उनको संदेश देने का यह साधन है. അങ്ങനെ തന്നെ മനസ്സിലാക്കണം, ഈ ലൗകിക സേവനത്തിൻ്റെ ബന്ധത്തിൽ ഏതെല്ലാം ആത്മാക്കളാണോ വരുന്നത് അവർക്കെല്ലാം സന്ദേശം കൊടുക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇത് എന്ന്. സർവീസ് മേ തോ കൈ ആത്മായും കണക്ഷൻ മേ ആത്തി ഹെ. സേവനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പല പല ആത്മാക്കൾ ബന്ധത്തിൽ വരുമല്ലോ. ജൈസെ യഹാം ജോ ആയേ ഉനോങ്കോ ഭി സർവീസ് കെ ലിയെ സംബന്ധിയോं के पास भेजाന. അപ്പം ഏതുപോലെ ഇവിടെയും വന്നിരുന്ന എല്ലാ കുട്ടികളെയും സേവനത്തിന് വേണ്ടി ബന്ധുക്കളുടെ അടുത്തോട്ട് അയച്ചല്ലോ. ഐസെ ഹി സംജോ കി സർവീസ് കെ ലിയെ യഹ് സ്ഥൂൽ സർവീസ് കർ രഹേ ഹെ. അതേപോലെ ഇങ്ങനെ മനസ്സിലാക്കൂ, ബാബയുടെ ഈശ്വരീയ സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥൂല സേവനം, അതായത് ലൗകിക സേവനം ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ബാബ പറയാണ്. അതായത് ബാബയുടെ അടുത്തിരിക്കുന്ന കുമാരിമാർ പലരും ജോലി ചെയ്യുന്നവരും കൂടിയാണ്. അപ്പോൾ ബാബ അവരോട് പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലി ചെയ്യുന്നതിലൂടെ തന്നെ ബാബയുടെ സേവനവും ചെയ്യാൻ സാധിക്കും. കാരണം ഈ സേവനത്തിൽ അനേകം ആത്മാക്കളുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അപ്പം ഏതുപോലെ യജ്ഞത്തിൻ്റെ ആദ്യ സമയത്ത് ബാബയുടെ അടുത്ത് സമർപ്പണം ചെയ്ത കുട്ടികളെ ബാബ പിന്നെ കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചവരുടെ വീട്ടിലേക്ക് വിട്ടിരുന്നു, അവരുടെയും കൂടി ലൗകികത്തിലുള്ളവരുടെയും കൂടി സേവനം ചെയ്യുന്നതിന് വേണ്ടി. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അതായത് ഈ ലൗകികത്തിൽ ബാബ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജോലി മറ്റുള്ളവരുടെയും കൂടി സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ്, മറ്റുള്ളവർക്കും സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ലൗകിക ജോലി ചെയ്യൂ എന്ന് പറയുകയാണ് ബാബ. तो फिर मन भी उसमें लगेगा और कमाई भी होगी.
അപ്പം അങ്ങനെ മനസ്സിലാക്കി ജോലി ചെയ്യുന്നത് കൊണ്ട് മനസ്സും ബാബയുടെ സേവനത്തിൽ മുഴുകും. പിന്നെ സമ്പാദ്യവും ഉണ്ടാവും. ലൗകികോ ഭി അലൗകിക് സമജ് കറു, ലൗകികത്തെയും അലൗകികമാണെന്ന് മനസ്സിലാക്കി ചെയ്യൂ. ഫിർ കോയി ഔർ വാതാവരൺ മേ നഹീ ആയേംഗെ, പിന്നെ വേറെ ഒരു പരിതസ്ഥിതിയിൽ, ഒരു ചുറ്റുപാടിലേക്ക് നിങ്ങൾ വരികയില്ല. അതായത് ഒന്ന് ലൗകിക ജോലി ചെയ്യുമ്പോഴും അലൗകികമായ സേവനവും കൂടി ചെയ്ത് ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സും വളരെ ബിസി ആയിരിക്കും. പിന്നെ എല്ലാ രീതിയിലും സമ്പാദ്യം ഉണ്ടാകും. അപ്പോൾ നല്ലൊരു അവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ മനസ്സ് അവിടെ ഇവിടെ അലയുകയില്ലല്ലോ എന്ന് ബാബ പറയാണ്. जैसे जैसे अव्यक्त स्थिति होती जाएगी वैसे बोलना भी कम होता जाएगा. അവ്യക്ത സ്ഥിതി എത്രമാത്രം വന്നുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് ശബ്ദവും കുറഞ്ഞുകൊണ്ടേയിരിക്കും, സംസാരവും കുറയും. കം ബോൾനെ സെ ജ്യാദാ ലാഭ് ഹോങ്ക, കുറച്ച് സംസാരിക്കുന്നതിലൂടെ കൂടുതൽ നേട്ടം ഉണ്ടാകും. ഫിർ ഇസ് യോഗ കി ശക്തി സെ സർവീസ് കരേങ്കെ, പിന്നെ ഈ യോഗത്തിൻ്റെ ശക്തിയിലൂടെ സേവനം ചെയ്യും. അപ്പം ബാബു പറയുകയാണ്, എത്രമാത്രം കുറച്ച് സംസാരിക്കുന്നു അത്രയും ലാഭം ഉണ്ടാവും, അത്രയും നേട്ടം ഉണ്ടാവും. കാരണം സ്ഥിതി അവ്യക്തമാക്കാൻ സാധിക്കും. സ്ഥിതി അവ്യക്തമാണെങ്കിൽ കൂടുതലായിട്ട് ബാബയുടെ സേവനം ചെയ്യാൻ സാധിക്കും. യോഗബൽ और ജ്ഞാനബൽ ദോനോ ഇക്കട്ട ഹോത്ത ഹെ, യോഗബലവും ജ്ഞാനബലവും രണ്ടും ഒരുമിച്ച് വരും. അഭി ജ്ഞാൻ ബൽ സെ സർവീസ് ഹോ രഹി ഹെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ബലത്തിലൂടെയുള്ള സേവനമാണ്. യോഗബൽ ഗുപ്ത് ഹെ, ഇപ്പോൾ യോഗബലം ഇല്ല, അത് ഗുപ്തമാണ്. ലേക്കിൻ ജിത്തന യോഗബൽ और ജ്ഞാനബൽ ദോനോം സമാനത മേ ലായെങ്കി ഉത്തനി ഉത്തനി സഫലത ഹോങ്കി. എന്നാൽ എത്രമാത്രം ജ്ഞാനബലവും യോഗബലവും സമാനതയിലേക്ക് കൊണ്ടുവരുന്നു, ഒരേപോലെ കൊണ്ടുവരുന്നു, അതിനനുസരിച്ച് വിജയം ഉണ്ടാകും. അപ്പം ബാബു പറയാണ്, ജ്ഞാനബലത്തിലൂടെ മാത്രമുള്ള സേവനത്തിന് അത്രയും വിജയം ഉണ്ടാകുകയില്ല. ജ്ഞാനബലവും യോഗബലവും രണ്ടും സമാനമാകുമ്പോൾ, ഒരുപോലെയാകുമ്പോൾ വിജയവും അതിനനുസരിച്ച് ഉയർന്നത് വരും. സാരേ ദിൻ മേ യഹ് ചെക്ക് കരോ, ജ്ഞാനബൽ കിത്തന രഹ, യോഗബൽ കിത്തന രഹ. അപ്പം മുഴുവൻ ദിവസവും ഇത് ചെക്ക് ചെയ്യൂ. അതായത് ജ്ഞാനബലം എനിക്ക് എത്രയുണ്ടായിരുന്നു, യോഗത്തിൻ്റെ ബലം എത്രയുണ്ടായിരുന്നു. ഫിർ മാലും പട് ജായേഗാ കി അന്തർ കിത്തന ഹെ, അപ്പോൾ മനസ്സിലാകും എത്ര അന്തരമുണ്ട്, എത്ര വ്യത്യാസമുണ്ട്. അതായത് ജ്ഞാനത്തിൻ്റെ ശക്തി എനിക്ക് എത്രയുണ്ട്, യോഗത്തിൻ്റെ ശക്തി എനിക്ക് എത്രയുണ്ട്. ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള എൻ്റെ ദിനചര്യ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാകും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. സർവീസ് में बिजी हो जाएंगे तो फिर विघ्न आदि भी टल जाएंगे. സേവനത്തിൽ ബിസിയായി തീരുമ്പോൾ വിഘ്നങ്ങളെല്ലാം അങ്ങ് മാറിപ്പോകും. ദൃഢനിശ്ചയിക്ക് ആകെ कोई रुकावट नहीं आ सकती, ठीक चल रहे हैं. ദൃഢനിശ്ചയത്തിൻ്റെ മുന്നിൽ തടസ്സങ്ങളൊന്നും വരികയില്ല, എല്ലാം ശരിയായി നടന്നുകൊണ്ടിരിക്കും. അധക് और ഏകരസ് दोनों ही गुण हैं. അക്ഷീണവും അതേപോലെ ഏകരസവും രണ്ട് ഗുണവുമുണ്ട്. സദൈവ് ഫോളോ ഫാദർ കർണ ഹെ, എപ്പോഴും ഫാദറിനെ ഫോളോ ചെയ്യണം. അപ്പോൾ ബാബ പറയുകയാണ്, കുട്ടികൾ സേവനത്തിൽ എത്രമാത്രം ബിസി ആയിരിക്കുന്നു അത്രയും വിഘ്നങ്ങളൊക്കെ വന്നിരുന്നാലും അത് തനിയെ തന്നെ ഇല്ലാതായിക്കോളും. എത്രമാത്രം ദൃഢനിശ്ചയം ഉണ്ടാവും അത്രയും വിഘ്നങ്ങൾ തങ്ങുകയില്ല, തടസ്സമായി നിൽക്കുകയില്ല. അതുപോലെ തന്നെ അക്ഷീണരും അതേപോലെ ഏകരസവും, ഈ രണ്ട് ഗുണവും വേണം. ക്ഷീണിക്കാനും പാടില്ല, അതേപോലെ സ്ഥിതിയിൽ ഏകരസസ്ഥിതിയും, ഈ രണ്ട് ഗുണങ്ങളിലും ശ്രദ്ധ വേണം. ജൈസെ സാകാർ രൂപമേ ഭി അധക് और ഏകരസ് എക്സാമ്പിൾ ബൻകർ ദിഖായ. ഏതുപോലെ സാകാരബാബയും അക്ഷീണനായിരുന്നു, അതേപോലെ ഏകരസമായിരുന്നു. ഇതിൽ ബാബ ഉദാഹരണമായി കാണിച്ചു. വൈസേ ഹി ഔരോം കെ പ്രതി എക്സാമ്പിൾ ബന്ന ഹെ. ഏതുപോലെ ബ്രഹ്മബാബ ഒരു ഉദാഹരണമായി കാണിച്ചു, അതേപോലെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു ഉദാഹരണമാകണം. യഹി സർവീസ് ഹെ, ഇത് തന്നെയാണ് സേവനം. അപ്പം ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, അക്ഷീണരായിരിക്കണം,
അതേപോലെ ഏകരസസ്ഥിതിയുള്ളവരായിരിക്കണം. ബാബ അതേപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എക്സാമ്പിളായി കാണിച്ചു. അപ്പം നമ്മളും ബാബയെപ്പോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എക്സാമ്പിളായി മാറണം. നമ്മളെന്നും അക്ഷീണരായിരിക്കണം. എപ്പോഴും മനസ്സിൻ്റെ അവസ്ഥ ഒരേ അവസ്ഥയിൽ വയ്ക്കുന്നതിൽ ശ്രദ്ധിക്കണം. സമയ ഭലെ നബി മിലെ സർവീസ് കാ ലേക്കിൻ ചരിത്ര ഭി സർവീസ് ദിഖ്ലാ സക്താ ഹെ. ഒരുപക്ഷെ സമയം കിട്ടുന്നില്ല സേവനം ചെയ്യുന്നതിന്, എന്നാലും ചരിത്രവും സേവനം ചെയ്ത് കാണിക്കും. ചരിത്ര സേവി സർവീസ് ഹോത്തി ഹെ. ചരിത്രത്തിലൂടെ സ്വഭാവത്തിലൂടെയും സേവനം നടക്കും. സിർഫ് വാണി സേ നഹി ഹോത്തി. വെറും ശബ്ദത്തിലൂടെ മാത്രമല്ല സേവനം നടക്കുന്നത്. ആപ്കെ ചരിത്ര ഉസ് വിചിത്ര ബാബ് കി യാദ് ദിലായേ. നിങ്ങളുടെ ചരിത്രം ആ വിചിത്രനായ ബാബയെ ഓർമ്മിപ്പിക്കണം. നമ്മുടെ സ്വഭാവം വിചിത്രമായ ബാബയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ അതൊരു വലിയ സേവനമാണ്. ഏതോ സഹജ സർവീസ് തൻ്റെ സ്വഭാവത്തിലൂടെ മറ്റുള്ളവർക്ക് ബാബയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള സേവനമാണല്ലോ. ജൈസെ കൈ ലോഗ് അപ്പനെ ഗുരു കാ വ സ്ത്രീ അപ്പനെ പതി കാ ഫോട്ടോ ലോക്കറ്റ് മേ ലഗാ ദേത്തി ഹേ ന. അപ്പം ബാബ പറയണം, പിന്നെ പലരും തൻ്റെ ഗുരുവിൻ്റെ, പിന്നെ ചില സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ലോക്കറ്റായിട്ട് ഇടാറുണ്ടല്ലോ. യഹ് ഏക് സ്നേഹ കി നിശാനി ഹെ. ഇത് ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ്. തോ തുമാര യഹ് മസ്തക് ജോ ഹെ യഹ് ബി ഉസ് വിചിത്ര കാ ചരിത്ര ദിഖലായി. അപ്പോൾ നിങ്ങളുടെ മസ്തകം അത് വിചിത്രനായ ബാബയുടെ ചരിത്രം കാണിച്ചു കൊടുക്കണം. യഹ് നയൻ ഉസ് വിചിത്ര കാ ചിത്ര ദിഖായി. ഈ കണ്ണുകൾ ആ വിചിത്രനായ ബാബയുടെ ചിത്രം കാണിച്ചു കൊടുക്കണം. ഐസ അവിനാശി ലോക്കറ്റ് പഹൻ ലേനായി. അങ്ങനെയുള്ള അവിനാശിയായ ലോക്കറ്റാണ് ധരിക്കേണ്ടത്. അപ്പനി സ്മൃതി ബി രഹേങ്കി ഔർ സർവീസ് ബി ഹോങ്കി. തൻ്റെ സ്മൃതിയും ഉണ്ടായിരിക്കും, അതേപോലെ സേവനവും നടക്കും. അപ്പം ബാബ പറയുകയായിരുന്നു, ഒരു പക്ഷേ സമയം കിട്ടുകയില്ല വീട്ടിൽ പോയതിന് ശേഷം സേവനം ചെയ്യാനെങ്കിൽ ബാബ സേവനം എങ്ങനെ ചെയ്യാൻ സാധിക്കും അതിനുള്ള യുക്തിയാണ് ഇതുവരെ പറഞ്ഞത്. അതായത് ചരിത്രം ഏറ്റവും വലിയ സേവനം ചെയ്യാൻ സാധിക്കും. അത് ഏറ്റവും എളുപ്പമായിട്ടുള്ള സേവനമാണ്. എന്നിട്ട് ബാബ പറയുകയായിരുന്നു, വിചിത്രനായ ബാബയുടെ ചരിത്രം നമ്മുടെ മസ്തകത്തിലൂടെ കാണിച്ചു കൊടുക്കുക. അതേപോലെ നയനം ആ വിചിത്രമായ ബാബയുടെ ചിത്രം കാണിച്ചു കൊടുക്കുക. അവിനാശിയായിട്ടുള്ള ഈ ലോക്കറ്റ് എപ്പോഴും ധരിക്കുക. അതേറ്റവും വലിയ സേവനമാണ്. തൻ്റെയും സ്മൃതി ഉണ്ടാവും, സ്വതവേ തന്നെ സേവനവും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചരിത്രത്തിൽ, സ്വഭാവത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന കാര്യത്തെക്കുറിച്ച് ബാബ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മധുബൻ മേയാക്കർ മുഖ്യ കർത്തവ്യ ക്യാക്കിയ. മധുബനിൽ വന്നിട്ട് മുഖ്യമായിട്ടുള്ള കർത്തവ്യം നിങ്ങൾ എന്താണ് ചെയ്തത്? ജൈസെ കോയി ഖാൻ പർ ജാത്തെ ഹേ തോ ഖാൻ കെ പാസ് ജാക്കർ ക്യാ കിയാ ജാത്താ ഹേ. ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഖനിയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഖനിയുടെ അടുത്ത് പോയിട്ട് എന്താണ് ചെയ്യുന്നത്? ഖാൻ സെ ജിത്തന ലേ സക്തേ ഹേ ഉത്തന ലിയാ ജാത്താ ഹേ. ഖനിയിൽ നിന്ന് എത്രമാത്രം എടുക്കാൻ കഴിയുമോ അത്രയും എടുക്കാറുണ്ട്. സിർഫ് തോടാസ നഹി, കുറച്ചല്ല എടുക്കുന്നത്. വൈസേ ഹി മധുബൻ ഹേ സർവപ്രാപ്തിയും കി ഖാൻ. അപ്പം അതേപോലെ മധുബനും സർവപ്രാപ്തികളുടെയും ഖനിയാണ്. അപ്പോൾ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് മധുബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവപ്രാപ്തികളുടെയും ഖനിയാണ്. അപ്പോൾ ആരെങ്കിലും ഖനിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചെന്തെങ്കിലും എടുത്ത് തൃപ്തി അടയുകയല്ലോ. അതായത് വളരെയധികം എടുക്കാൻ, എത്രമാത്രം എടുക്കാൻ സാധിക്കുമോ അത്രയും ആ ഖനിയിൽ നിന്ന് എടുക്കാറുണ്ട്. അതേപോലെ മധുബനിൽ വരുമ്പോഴും കുറച്ചെടുത്ത് തൃപ്തരാകാതെ സർവപ്രാപ്തികളും എടുത്ത് സ്വയം തൻ്റെ ജീവിതത്തിൽ ആ സന്തുഷ്ടത കൊണ്ടുവരണം, സർവപ്രാപ്തി കൊണ്ടും സമ്പന്നരാകണം എന്ന് ബാബ പറയുകയാണ്. തോ ആപ്പ് ഖാൻ പർ ആയേ ഹോന. അപ്പം നിങ്ങൾ ഖനിയിലാണല്ലോ വന്നിരിക്കുന്നത്. ബാക്കി സേവാ കേന്ദ്ര ഹേ ഇസ് ഖാൻ കി ബ്രാഞ്ചസ്. ബാക്കി എല്ലാ സേവാ കേന്ദ്രങ്ങളും ഈ ഖനിയുടെ ശാഖകളാണ്. ഖാൻ പർ ജാനെ സെ ഖ്യാൽ രഖാ ജാത്താ ഹേ ജിത്തന ലേ സഖേ. അപ്പോൾ ഖനിയിൽ വരുമ്പോൾ എപ്പോഴും ചിന്ത അതായിരിക്കും, എത്ര എടുക്കാൻ സാധിക്കുമോ അത്രയും എടുക്കണമെന്ന്. തോ യഹാം ബി ജിത്തന ലേ സക്കോ ലേ സക്തേ ഹോ.
അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എത്രയെല്ലാം എടുക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും നിങ്ങൾക്ക് എടുക്കാം. यहाँ की एक एक वस्तु एक एक ब्राह्मण आत्मा बहुत कुछ शिक्षा और शक्ति देने वाली है. ബാബ പറയാണ്, ഇവിടുത്തെ ഓരോരോ വസ്തുവും ഓരോരോ ബ്രാഹ്മണാത്മാവും വളരെയധികം ശിക്ഷണവും ശക്തിയും തരുന്നതാണ്. മധുവൻ അങ്ങനെയുള്ള ഖജനാവാണ്, ഖനിയാണ്. എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ആ പ്രാപ്തി കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, മധുവനിലെ ഓരോരോ വസ്തുവിൽ നിന്നും വളരെയധികം ശിക്ഷണം കിട്ടാം, വളരെയധികം ശക്തി കിട്ടും. അതേപോലെ ഓരോ ബ്രാഹ്മണ ആത്മാവിൽ നിന്നും വളരെയധികം ശിക്ഷണവും ശക്തിയും നിങ്ങൾക്ക് നേടാം. बाप दादा यही चाहते हैं कि जो भी आते हैं वह थोड़ा बहुत नहीं लेकिन सभी कुछ ले लेवे. അപ്പം ബാപ് ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്, ആര് വരുന്നുവോ അവർ കുറച്ചെന്തെങ്കിലും അല്ല എടുക്കേണ്ടത്, വളരെയധികം എടുക്കണം. അങ്ങനെയാണ് ബാബയുടെ ആഗ്രഹമെന്ന്. ബാപ് ദാദാ കാ ബച്ചോ മേ സ്നേഹ് ഹേ തോ ഏക് ഏക് കോ സമ്പന്ന ബനാനെ ചാഹത്തെ ഹേ. ബാപ് ദാദായ്ക്ക് കുട്ടികളോട് വളരെയധികം സ്നേഹമാണ്. അതുകൊണ്ട് ഓരോരുത്തരെയും സമ്പന്നമാക്കാനാണ് ബാബ ആഗ്രഹിക്കുന്നത്. जितना यहाँ लेने में संपन्न बनेंगे उतना ही भविष्य में राज्य पाने के संपन्न होंगे. ഇവിടെ എത്രമാത്രം എടുക്കുന്നതിൽ നിങ്ങൾ സമ്പന്നരാകുന്നു അത്രയും ഭാവിയിൽ രാജ്യം നേടുന്നതിലും നിങ്ങൾ സമ്പന്നരാകും. इसलिए एक सेकंड भी इन अमूल्य दिनों को ऐसे नहीं गवाना. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും ഈ അമൂല്യ ദിവസങ്ങളിൽ നഷ്ടപ്പെടുത്തരുത്. എത്ര ദിവസം മധുബനിലുണ്ടോ അത്രയും ദിവസം വളരെ അമൂല്യ നിമിഷങ്ങളാണ്. ഈ അമൂല്യ നിമിഷങ്ങളിൽ എന്തെല്ലാം എടുക്കാൻ സാധിക്കുമോ, പ്രാപ്തിയെടുക്കാൻ ആത്മാവിന് സാധിക്കുമോ അത്രയും പ്രാപ്തിയെടുക്കണം. ഒരു നിമിഷം പോലും കുട്ടികൾ വ്യർത്ഥമാക്കരുത് എന്ന് ബാബ ഉപദേശിക്കുകയാണ്. एक एक सेकंड में पदमों की कमाई कर सकते हो. ഓരോരോ സെക്കൻഡിലും ലക്ഷമിരട്ടി പ്രാപ്തി ഉണ്ടാക്കാൻ സാധിക്കും. പദം സൗഭാഗ്യശാലി തോ ഹോ. അവർ നിങ്ങളെല്ലാം പദമാപദം ഭാഗ്യശാലികളാണ്. ജോ ഇസ് ഭൂമി പർ പहुंच गए हो. നിങ്ങൾ ഈ ഭൂമിയിലാണ് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പദം സൗഭാഗ്യശാലികളാണ്. लेकिन इस पदम भाग्य को सदा कायम रखने के लिए पुरुषार्थ सदैव संपूर्णता का रखना. എന്നാൽ ഈ കിട്ടിയിരിക്കുന്ന പദം ഭാഗ്യത്തെ സദാ നിലനിർത്തുന്നതിന് വേണ്ടി പുരുഷാർത്ഥം എപ്പോഴും സമ്പൂർണ്ണമായിട്ടുള്ളത് ചെയ്യണം. പൂർണ്ണമായിട്ടുള്ള പുരുഷാർത്ഥമാണ് കുട്ടികൾ ചെയ്യേണ്ടത് എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജൈസാ ബീജ് ഹോത്താ ഹെ വൈസാ ഫൽ നിക്കൽത്താ ഹെ. എങ്ങനെയുള്ള വിത്താണോ അതിനനുസരിച്ചാണ് ഫലം ഉണ്ടാകുന്നത്. तो आप लोग जैसे बीज हो, नींव जितनी खुद मजबूत होंगी उतना ही इमारत भी पक्की होंगी. അപ്പം നിങ്ങൾ ഓരോരുത്തരും ബീജമാണ്, അതായത് അടിസ്ഥാനമാണ്. നിങ്ങൾ എത്രമാത്രം സ്വയം ശക്തമാകുന്നു അത്രയും കെട്ടിടവും ശക്തമാകും. इसलिए सदैव समझना है कि हम नींव है. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ അടിസ്ഥാനമാണ്, ഞാൻ ഫൗണ്ടേഷനാണ്. ഞാൻ എത്രമാത്രം ഉറപ്പുള്ളതാണോ അതിനനുസരിച്ചിരിക്കും ഈ കെട്ടിടം. അതായത് ഈ ബാബ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ തന്നെയാണല്ലോ. നമ്മൾ ആ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കി എപ്പോഴും ശക്തമായിട്ടിരിക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഹമാരെ ഊപ്പർ സാരി ബിൽഡിംഗ് കാ ആധാർ ഹെ. എൻ്റെ മേലാണ് മുഴുവൻ ബിൽഡിങ്ങിൻ്റെയും മുഴുവൻ കെട്ടിടത്തിൻ്റെയും ആധാരം. യാദ് കാ റെസ്പോണ്ട് മിൽത്താ ഹെ. ബാബ ചോദിക്കുക, നിങ്ങൾ ബാബയെ ഓർക്കുന്നു, ആ ഓർമ്മയ്ക്ക് നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടുന്നുണ്ടോ, ഉത്തരം കിട്ടുന്നുണ്ടോ? ബാപ് ദാദാ തോ അബ് സബീ കെ സാത്ത് ഹൈ ഹി. ബാപ് ദാദ എല്ലാവരോടും ഒപ്പം ഉണ്ട്. ക്യോങ്കി സാകാർ മേ തോ ഏക് സ്ഥാൻ പർ സാത്ത് രഹ് സക്തേ ഥേ. സാകാരത്തിൽ ബാബ ഒരു സ്ഥാനത്തെ കൂടെ ഉണ്ടാകാൻ കഴിയുമായിരുന്നുള്ളൂ. അബി തോ സർവ് കെ സാത്ത് രഹ് സക്തേ ഹെ. ഇപ്പോൾ സർവരുടെയും കൂടെ ബാബയ്ക്ക് ഇരിക്കാൻ സാധിക്കും. സദൈവ ധ്യാൻ രഖോ കി ഏക് മത് സേ ഏക് റിസൾട്ട് ഹോങ്കി. എപ്പോഴും ഇത് ശ്രദ്ധയിൽ വയ്ക്കൂ, ഒരഭിപ്രായത്തിലൂടെ ഒരു റിസൾട്ട് വരികയുള്ളൂ.
അപ്പോൾ ബാബ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ബാബ എപ്പോഴും എല്ലാ കുട്ടികളോടും ഒപ്പം ഇപ്പോഴുണ്ട്. നേരത്തെ ബാബ സാകാരത്തിലുള്ളപ്പോൾ ഒരു സ്ഥാനത്തെ ബാബയ്ക്ക് ഉണ്ടാകാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ സർവരുടെയും കൂടെ എപ്പോഴും ബാബയ്ക്ക് ഇരിക്കാൻ കഴിയും, ദേഹമില്ലാത്തത് കൊണ്ട്. പിന്നെ എപ്പോഴും ബാബ ഓർമ്മിപ്പിക്കുകയാണ്, അതായത് ഒരു മതത്തിൽ ഒരഭിപ്രായത്തിൽ മുന്നോട്ട് പോയാലേ നല്ല റിസൾട്ട് വരികയുള്ളൂ. ഇസ് ഗുണക്കോ പരിവർത്തൻ में लाना कैसी भी परिस्थिति आए लेकिन अपने को मजबूत रखना है. ഈ ഗുണത്തെ പരിവർത്തനത്തിൽ കൊണ്ടുവരണം. എങ്ങനെയുള്ള പരിതസ്ഥിതി വന്നിരുന്നാലും സ്വയം തന്നെ ശക്തമാക്കി വയ്ക്കണം. ഔരോങ്കോ അപ്പനെ ഗുണോങ്ക ദാൻ ദേന ഹെ. മറ്റുള്ളവർക്ക് തൻ്റെ ഗുണങ്ങൾ ദാനം കൊടുക്കണം. അതായത് സ്വയം ശക്തമായി ഇരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും ശക്തി കൊടുക്കലാണ്, അത് ദാനം കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഈ ഗുണത്തെ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും കൂടി അത് ദാനമായി കൊടുക്കണം. ജൈസെ ദാൻ കർണേ സെ റിട്ടേൺ മേ ഭവിഷ്യമേ മിൽത്ത ഹേന. അപ്പം ഏതുപോലെ ദാനം ചെയ്യുന്നതിലൂടെ റിട്ടേണായിട്ട് ഭാവിയിൽ കിട്ടുമല്ലോ. इस गुण का दान करने से भी बड़ी प्रारब्ध मिलती हैं. जो एक मत होते हैं वही एक को प्यारे लगते हैं. ഈ ഗുണത്തിൻ്റെ ദാനം ചെയ്യുന്നതിലൂടെ വളരെ വലിയ ഭാഗ്യമാണ് ഉണ്ടാകുന്നത്. ഒരു മതത്തിൽ നിന്ന് ഒരഭിപ്രായത്തിൽ നിൽക്കുന്നവരെയാണ് ബാബയ്ക്കും വളരെ പ്രിയം. ബാബ്ദാദ ദോ ഹോത്തെ ഏക് ഹേന. ബാബ്ദാദ രണ്ടാണെങ്കിലും ഒന്നാണല്ലോ. വൈസെ ഭലെ കിത്തനെ ബി ഹോ ലേക്കിൻ ഏക് മത് ഹോക്കർ ചലന. ബാബു പറയണം, നിങ്ങളിനി എത്ര പേരായിരുന്നാലും ഒരഭിപ്രായത്തിൽ മുന്നോട്ട് പോകണം. ബാബ് കെ ഘർ മേ ആക്കർ വിശേഷ് ഖജാന ലിയ. ബാബയുടെ വീട്ടിൽ വന്ന് വിശേഷിച്ച് ഖജനാവെടുത്തു. ബാബ് കെ ഘർ മേ വിശേഷതായേം ഭരി ഹുയി ഹേന. ബാബയുടെ വീട്ടിൽ വിശേഷതകൾ നിറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പനെ ഘർ മേ അസലി സ്വരൂപമേ സ്ഥിത് ഹോനെ ആയേ ഹോ. അപ്പന അസലി സ്വരൂപ് और असली സ്ഥിതി ക്യാ ഹെ വഹി യാദാത്തി ഹെ. അപ്പം തൻ്റെ വീട്ടിൽ അസലി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാണല്ലോ വന്നത്. തൻ്റെ അസലി സ്വരൂപം, തൻ്റെ അസലി സ്ഥിതി, യഥാർത്ഥ സ്ഥിതി എന്താണ്, അത് ഓർമ്മയിൽ വരുന്നുണ്ടോ? അപ്പോൾ ബാബ മധുവൻ വീടിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വരിക അർത്ഥം തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിന്, അർത്ഥം തൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് ആ ഓർമ്മയിൽ സ്ഥിതി ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ ശരിക്കും ആ ഖജനാവ് എടുത്തുകൊണ്ടിരിക്കുകയാണോ വീട്ടിൽ വന്നിട്ട്? സമയം വ്യർത്ഥമാക്കുന്നില്ലല്ലോ മധുവനിൽ വന്ന് എന്ന് ബാബ ചോദിക്കുകയാണ്. ആത്മാക്കി അസലി സ്ഥിതി ക്യാ ഹെ. ആത്മാവിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ജോ പഹലെ ആത്മാ പരംധാം കി നിവാസി സർവഗുണോं का स्वरूप है. ആദ്യം ആത്മാവ് പരംധാം നിവാസി സർവഗുണങ്ങളുടെയും സ്വരൂപമാണ്. വൈസേ ഹി യഹാം ഭി അപ്പനി സ്ഥിതി കാ അനുഭവ് കർണേ ലിയേ ലായേ ഹോ. അപ്പം അതേപോലെ ഇവിടെയും തൻ്റെ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. മധുബന്മേ ആയേ ഹോ ഉസ് സ്ഥിതിക്ക് ടേസ്റ്റ് കർണേ. മധുബനിൽ വന്നത് ആ സ്ഥിതിയുടെ ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ടേസ്റ്റ് കർണേ ബാദ് ഉनको സദാ കെ ലിയെ അപ്നാനാ ഹെ. ടേസ്റ്റ് ചെയ്തതിന് ശേഷം അത് സദാകാലത്തേക്ക് തൻ്റെ സ്വന്തമാക്കണം. ഇസ്കാ നാം ഹി ഹേ മധുബൻ. ഇതിൻ്റെ പേര് തന്നെ മധുബൻ എന്നാണ്. അപ്പം ബാബു പറയുകയാണ്, ആത്മാവ് പരംധാം നിവാസിയാണ്, സർവഗുണങ്ങളുടെയും സ്വരൂപമാണ്. അപ്പം ഇവിടെ തൻ്റെ സ്ഥിതിയുടെ അനുഭവം ചെയ്യാനാണ് വന്നത്. അപ്പം മധുബനിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അത് നന്നായി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വന്തമാക്കണം അത്. അപ്പം മധുബൻ എന്നാണ് ഈ സ്ഥാനത്തിൻ്റെ പേര്. മധു അർത്ഥാത് മധുരത യാനി സ്നേഹ് और शक्ति दोनों ही वरदान പൂർണ്ണ രൂപ സേ പ്രാപ്ത് കർണ. മധു അർത്ഥം മധുരതയാണ്,
എന്ന് പറഞ്ഞാൽ സ്നേഹവും ശക്തിയും രണ്ടും വരദാനവും പൂർണ്ണ രൂപത്തിൽ പ്രാപ്തമാക്കണം. സ്നേഹവും ശക്തി രണ്ട് വരദാനവും മധുബൻ ഭൂമിയിൽ നിന്നും പൂർണ്ണമായിട്ടും പ്രാപ്തമാക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. യഹാം മധുബൻ മേ ദോനോ ചീസ് വരദാൻ രൂപമേ മിൽത്തി ഹെ. ഇവിടെ മധുബനിൽ രണ്ട് കാര്യവും വരദാനത്തിൻ്റെ രൂപത്തിൽ കിട്ടുന്നു. ഫിർ ബാഹർ മേ ജായെങ്കെ തോ ഇൻ ദോനോ ചീസോं के लिए अपना पुरुषार्थ करना पड़ेगा. പിന്നെ പുറത്തു പോവുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയും തൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. അപ്പം ബാബു പറയാണ്, സ്നേഹവും ശക്തിയും ഈ രണ്ട് വരദാനവും മധുബനിൽ പൂർണ്ണമായിട്ടും കിട്ടും. ഇവിടെ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. ഇസിലിയെ യഹാം വരദാൻ രൂപമേ പ്രാപ്ത് ജോ ഹോ രഹാ ഹെ ഉൻകോ ഐസ പ്രാപ്ത് കർണ ജോ അവിനാശി ഹോ. അതുകൊണ്ട് ഇവിടെ വരദാന രൂപത്തിൽ എന്താണോ പ്രാപ്തമാകുന്നത് അത് അതേപോലെ പ്രാപ്തമാക്കണം, അത് സദാകാലം നിലനിൽക്കണം. जब वरदान रूप में प्राप्त हो सकते हैं तो पुरुषार्थ करके क्यों लेवे. വരദാനത്തിൻ്റെ രൂപത്തിൽ തന്നെ അത് കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തിന് പുരുഷാർത്ഥം ചെയ്തെടുക്കണം? അതായത് ഒന്ന് വരമായി കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് കഷ്ടപ്പെടേണ്ടി വരുന്നത് എന്ന് ബാബ ചോദിക്കുക. പിന്നെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, അത് വളരെ സഹജമായിട്ട് കിട്ടുമ്പോൾ അത് എത്രമാത്രം എടുക്കാൻ സാധിക്കുന്നു അത്ര എടുക്കുകയാണ് വേണ്ടത്. ഗുരു വരദാൻ ദേത്താ ഹേ തോ ക്യാ കർനാ ഹോത്താ ഹേ. ഗുരു വരദാനം തരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പനെ കോ ഉസ്കെ അർപ്പൺ കർനാ പഡ്താ ഹേ തബ് വരദാൻ പ്രാപ്ത് ഹോത്താ ഹേ. സ്വയം തന്നെ ഗുരുവിൻ്റെ അടുത്ത് അർപ്പണം ചെയ്യണം, അപ്പോഴാണ് വരദാനം പ്രാപ്തമാകുന്നത്. അപ്പോൾ ബാബ അത്രയും നമുക്ക് സ്നേഹവും ശക്തിയും വരദാനത്തിൻ്റെ രൂപത്തിൽ തരികയാണ്. അപ്പോൾ മധുബനിൽ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ആ വരദാനത്തെ വളരെയധികം തന്നിലേക്ക് നിറയ്ക്കുകയാണ് വേണ്ടത്, അല്ലാതെ പുരുഷാർത്ഥം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയല്ല. കാരണം ഗുരു വരത്തിൻ്റെ രൂപത്തിലാണ് സ്നേഹവും ശക്തിയും തരുന്നത്, അത് നിറച്ചെടുക്കുകയാണ് വേണ്ടത് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഓം ശാന്തി.